ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. പരിശുദ്ധനായ കർത്താവിന്റെ പാദാരവിന്ദങ്ങളിൽ എല്ലാ മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് എല്ലാ സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു. ആയുസ്സിൽ കണ്ടിട്ടില്ലാത്തൊരു പുതിയ പ്രഭാതം കൂടെ നൽകിയ കർത്താവിന്റെ ആ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്കായി നമുക്ക് പ്രതീക്ഷയോടെ കാതോർക്കാം. ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഏറെ പരിചിതമായ ഒരു വേദഭാഗം വായിക്കാം. എബ്രായ ലേഖനമാണ് 12-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വായിച്ചു കേട്ട തിരുവെഴുത്തിനായി സ്തോത്രം ചെയ്യാം. വിശുദ്ധ പൗലോസ് എഴുതിയ 14 ലേഖനങ്ങളിൽ ഇത് മാത്രമാണ്, ഈ ലേഖനം മാത്രമാണ് യഹൂദ സമൂഹത്തിനു വേണ്ടി അഥവാ എബ്രായ ജനതയ്ക്കു വേണ്ടി എഴുതിയത്. പ്രിയരെ, പൗലോസ് ഒരു ലേഖനം എഴുതുമെങ്കിൽ അതിന് കാരണമുണ്ടാകും, വെറുതെ എഴുതത്തില്ല. പ്രത്യേകിച്ച് ഇന്ന് പരിപാടിയൊന്നുമില്ലല്ലോ. എന്നാൽ ഇരിക്കട്ടെ, കൊരിന്ത്യരെ സഭയ്ക്ക് ഒരു ലേഖനം, അങ്ങനെയല്ല കേട്ടോ. ഇന്ന് കാരാഗ്രഹത്തിൽ പ്രത്യേകിച്ച് ഡ്യൂട്ടിയൊന്നുമില്ല, എന്നാൽ ഇരിക്കട്ടെ ഫിലിപ്പി സഭയ്ക്ക് ഒരു ലേഖനം, അങ്ങനെയല്ല, അങ്ങനെ എഴുതിയല്ല. അതുപോലെ എല്ലാത്തിനും ഒരു കാരണമുണ്ട്, ഉദ്ദേശമുണ്ട്. അതുപോലെ എബ്രായ സഭയ്ക്ക് ഈ ലേഖനം താൻ എഴുതിയതിനു പിന്നിലും വ്യക്തമായ കാരണമുണ്ട്, ഉദ്ദേശമുണ്ട്. ദൈവത്തിന് മഹത്വം. കുഞ്ഞുങ്ങളെ, ലോകം വില കൽപ്പിക്കുന്ന പലതും പുറകിലെറിഞ്ഞുകൊണ്ട് ലാഭമായതൊക്കെ ഛേദമെന്ന് എണ്ണിക്കൊണ്ട് വിശ്വാസത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ് എബ്രായ സമൂഹം. പക്ഷേ ഇപ്പോഴവരെ ക്ഷീണിച്ചിരിക്കുന്നു. എബ്രായ സഭയുടെ അന്നത്തെ അവസ്ഥ പൗലോസ് ഈ ലേഖനത്തിൽ തന്നെ വിവരിച്ചിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം. സൂക്ഷ്മമായി പരിശോധിച്ചാൽ എബ്രായ സഭയ്ക്ക് 7 നിലകളിലുള്ള അപജയം പിൽക്കാലത്ത് സംഭവിച്ചതായി മനസ്സിലാക്കാൻ കഴിയും. സഹോദരങ്ങളെ, ഈ സന്ദേശം കേട്ട് മാർക്കിടാനിരിക്കരുത്. പിന്നെയോ ഒരു സ്വയപരിശോധനയ്ക്ക്, ആത്മപരിശോധനയ്ക്ക് നാം തയ്യാറാകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഒന്ന് എണ്ണി നോക്കാം. ഒന്നാമത്തെ അപജയം എബ്രായർ 2:1 കാണാം. ഒന്നാമത്തെ അപജയം. അതുകൊണ്ട് നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കാൻ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. അങ്ങനെയെങ്കിൽ ഇവർ ഒഴുകിപ്പോകാൻ പരുവത്തിന് നിൽക്കുകയാണ്. ഏതു സമയത്തും എങ്ങോട്ട് വേണമെങ്കിലും ഒഴുകിപ്പോകാം. ഇനി എത്ര കാലം കൂടെ വിശ്വാസത്തിൽ നിൽക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. എങ്ങോട്ട് വേണേലും ഒഴുകാം. ഒരു ചെറിയ അപവാദത്തിന്റെ ഒഴുക്കുമെന്നാ മതി, ഒരു പ്രതികൂലത്തിന്റെ കാറ്റടിച്ചാൽ മതി, ഒഴുകിപ്പോകാം. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, ഹൃദയത്തിൽ അവിശ്വാസം കുടിയേറി. എവിടെയത്? 3:12 കാണാം. എബ്രായർ 3:12. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കണം. അപ്പോ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നു. സ്തോത്രം. മൂന്നാമത്തെ കാര്യം 10-ാം അധ്യായത്തിന്റെ 24-ാം വാക്യമാണ്. എബ്രായർ 10:24. സഭായോഗങ്ങളെ ഉപേക്ഷിക്കാൻ തുടങ്ങി. ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ ഇവരിൽ ചിലർ ഇപ്പോൾ സഭായോഗം പോലും ഉപേക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇറങ്ങിത്തിരിച്ചപ്പോ എന്തൊരാവേശമായിരുന്നു. കാലത്തിന്റെ കടന്നുപോക്കിൽ ആവേശമൊക്കെ പോയി. ഇപ്പോൾ സഭായോഗം പോലും മുടക്കാൻ തുടങ്ങിയിരിക്കുന്നു. മക്കളെ, പണ്ടത്തെ ആവേശം ഇപ്പോഴുണ്ടോ? നിസ്സാര കാര്യത്തിന് പോലും നീ സഭായോഗം മുടക്കുകയാണോ? ഉണ്ടെങ്കിൽ ഇത് മടങ്ങിവരവിന് പരിശുദ്ധാത്മാവ് നൽകുന്ന ആഹ്വാനമാണ്. നന്ദി പറയണം ദൈവത്തിന്. 4, മന്ദതയുള്ളവരായി. 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ കാണാം. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാകണം. ആദ്യമൊക്കെ പാട്ടു തുടങ്ങുമ്പോഴേ ആളിക്കത്തുമായിരുന്നു. ഇന്ന് ആരാധിക്കാനിരുന്നാൽ ഒരു മന്ദതയാ. ഓർത്തു നോക്ക്, 10 മണിക്കത്തെ യോഗത്തിന് 10:30 ആയാലും എത്തുന്നുണ്ടോ? മന്ദതയാണോ എന്നറിയത്തില്ല. എത്തുമ്പോ 10:30 കഴിയും. ആരാധനയ്ക്ക് വരുന്നതിൽ മന്ദതയുണ്ടെങ്കിലും പോകാൻ ഭയങ്കര ആവേശമാ. മക്കളെ, തിരുത്തൽ ആവശ്യമായിരിക്കുന്നു. സ്തോത്രം. 5-ാമത്തെ കാര്യം, ധൈര്യം തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. 10:35. എബ്രായർ 10:35. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ആദ്യമൊക്കെ സുവിശേഷ വിരോധികളോട് പോലും സുവിശേഷം പറയാൻ ധൈര്യമായിരുന്നു. അസഭ്യം പറഞ്ഞാലും അടിച്ചാലും ചീത്ത വിളിച്ചാലും ആമേൻ ഹല്ലേലൂയ എന്തൊക്കെ ചെയ്താലും ഒരു പ്രശ്നവുമില്ല. വീണ്ടും അവിടെയൊക്കെ പോയി സ്നേഹത്തോടെ സുവിശേഷം പറയും. ഇന്ന് പക്ഷേ ആ ധൈര്യം ചോർന്നു പോയിരിക്കുന്നു. കുഞ്ഞെ, പ്രതിസന്ധി വരുമ്പോൾ പതറാതെ നിൽക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളഞ്ഞിരിക്കുകയാ. സ്തോത്രം. തീയിൽ വലിച്ചെറിയപ്പെട്ടാലും നിന്റെ ബിംബത്തെ നമസ്കരിക്കില്ലെന്ന് പറയാനുള്ള ധൈര്യം ആദിമകാല ഭക്തന്മാർക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ധൈര്യം നഷ്ടമായിരിക്കുന്നു. അതേ മക്കളെ, ഇത് മടങ്ങിവരവിനുള്ള സന്ദേശമാണ് യേശുവിന്റെ നാമത്തിൽ. 6-ാമത്തെ കാര്യം, സഹിഷ്ണുത നഷ്ടമായി എന്നുള്ളതാ. സഹിഷ്ണുത. എബ്രായ ജനത്തിന്റെ സഹിഷ്ണുത നഷ്ടമായി. 10-ാം അധ്യായം 36-ാമത് വാക്യം. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാണ്. എബ്രായ സഭയിലെ വിശ്വാസികൾക്ക് സഹിഷ്ണുത നഷ്ടമായിരിക്കുന്നു.
ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഒരുവൻ അടിച്ചാലും സഹിക്കുമായിരുന്നു, പരിഹസിച്ചാലും സഹിക്കുമായിരുന്നു. പ്രിയരെ, ഇന്നത്തെ സ്ഥിതി എന്താണ്? സഹിക്കാനുള്ള മനസ്സുണ്ടോ? സഹിക്കാൻ കഴിയുന്നുണ്ടോ? സഹിഷ്ണുത നഷ്ടമാകുമ്പോഴാണ്, സഹിഷ്ണുത നിന്നിൽ നിന്ന് നഷ്ടമാകുമ്പോഴാണ് കർത്താവേ, എന്നെ ചീത്ത പറഞ്ഞവരുടെ നേരെ നീ കൈ ഉയർത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, നിന്റെ കൈ അവർക്ക് ഭാരമായി തീരട്ടെ, ഒരു ദൂതനവരെ ഓടിക്കട്ടെ, അവന്റെ വഴി ഇരുട്ടും വഴിവെഴുപ്പും ഉള്ളതായി തീരട്ടെ, ബാശാൻ കുറ്റന്മാരവരെ വളയട്ടെ. എന്തൊക്കെ നിർദ്ദേശങ്ങളുടെ പ്രാർത്ഥനയിൽ കർത്താവിന് കൊടുക്കണമെന്നറിയാമോ? എന്നാൽ സഹിഷ്ണുതയുണ്ടെങ്കിൽ കർത്താവേ, അവർക്കൊരു ദോഷവും വരുത്തല്ലേ, അവരെ ഈ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. എന്നെ നിന്ദിച്ച, ഉപദ്രവിച്ച, പരിഹസിച്ചവരും എന്നോട് ചേർന്നിരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ നീ സാഹചര്യം ഒരുക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കും. അതെ, ഇവർക്ക് സഹിഷ്ണുത നഷ്ടമായി. ഏഴാമത്തെ കാര്യം അത് 12:12 കാണാം. കൈ തളർന്നു, കാലു കുഴഞ്ഞു. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. സ്തോത്രം. ആരാധിക്കാൻ കൈ തളർന്നെന്ന്, ആരാധനയ്ക്ക് പോകാൻ കഴിയാതെ വണ്ണം കാലും തളർന്നു, ദൈവവേലയ്ക്ക് കൊടുക്കാൻ പോലും കഴിയുന്നില്ല, കൈ തുറക്കാൻ പോലും വയ്യ, തളർന്നുപോയി, മുഴങ്കാൽ തളർന്നു, പ്രാർത്ഥിക്കാൻ വയ്യ. ഇനിയിപ്പോ എന്തിനാ ഒത്തിരിയൊക്കെ പ്രാർത്ഥിക്കുന്നത്? ഒത്തിരി നേരം പ്രാർത്ഥിക്കുന്ന എന്തിനാ? ആവതുള്ളപ്പോ എല്ലാ പ്രാർത്ഥനയ്ക്കും പോയതല്ലേ, എല്ലാ കൂടിവരവിനും പോയതല്ലേ, എവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചതാ, എവിടെയൊക്കെ പോയി പ്രസംഗിച്ചതാ. സ്തോത്രം. ഇനിയിപ്പോ ഇതൊക്കെ മതി. എന്നാൽ ഈ എബ്രായ സഭ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അതിന്റെ ആരംഭകാലത്തിൽ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. 10:32 വായിക്കണം. എബ്രായർ 10:32. എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂട്ടുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവിൻ. കഷ്ടങ്ങളാൽ പോരാട്ടം കഴിച്ച ഒരു പൂർവകാലം ഇവർക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം കൂത്തുകാഴ്ചയായി മാറി. അങ്ങനെയെങ്കിൽ ഇവർ പരിശുദ്ധാത്മാവിന്റെ പ്രകാശനം കിട്ടി ദൈവസഭയിലേക്ക് വന്നവരാ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ടിക്കിട്ട് വന്നവരല്ല. ഞാൻ പറയാൻ കാരണമുണ്ട്. ചിലയിടങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ചെന്നാൽ, ആരാധനയ്ക്ക് ചെന്നാൽ ഉടനെ ഒരു കാർഡ് തരും. രക്ഷിക്കപ്പെടാൻ മനസ്സുണ്ട്, ഒരു കോളമാണ്, അവിടെ ടിക്കിട്ടാ മതി, നീ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒത്തിരി പേരുണ്ട്. സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ടിക്കിട്ടാ മതി. ഏറ്റുപറച്ചിലും അനുതാപം ഉപേക്ഷിക്കലും പ്രകാശനവും ഒന്നും വേണ്ട, ടിക്കിട്ടാൽ മതി. അതുകൊണ്ട് അവിടങ്ങളിൽ ജനബാഹുല്യവും ഉണ്ട് കേട്ടോ. സ്തോത്രം. എന്നാൽ ആദിമകാല കൂടുവരകളിൽ വചനത്തിന്റെ ശബ്ദം കേട്ട് പാപബോധം വന്നവർ പ്രാർത്ഥനാ സഹായത്തിനായി കൈയുയർത്തും. അഭിഷിക്തന്മാരുടെ മുമ്പിൽ വന്ന് മുട്ടുമുത്തും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രകാശനം ലഭിച്ചവർ സഭയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇന്ന് ടിക്കിട്ടാ മതി. ടിക്കിടാൻ പേനയില്ലെങ്കിൽ ഒന്നും സാരമില്ലെന്നേ അവർ പേനയും തരും. അതുമല്ല, ഇനി ടിക്കിടാൻ അറിയത്തില്ലെന്നാണെങ്കിൽ അവർ ടിക്കിട്ടും തരും. സ്തോത്രം. പക്ഷേ എബ്രായ ക്രൈസ്തവർ അങ്ങനെ വന്നവരല്ല. നിന്ദകളാലും പീഡകളാലും കൂട്ടുകാഴ്ചയായി ഭവിച്ചു. ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയിലുള്ളവരെല്ലാം അനുഭവമുള്ളവരായിരുന്നു. സ്തോത്രം. അടുത്ത വാക്യം ശ്രദ്ധിക്കണം കേട്ടോ. 10:34. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചത് കൂടാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചു. ദൈവത്തിന് മഹത്വം. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരം ഇവര് സന്തോഷത്തോടെ സഹിച്ചു. സ്തോത്രം. പോക്കറ്റിൽ നിന്ന് 10 രൂപ എടുത്ത് നോക്ക്, അപ്പോഴറിയാം തനിനിറം. വാ തുറന്നാൽ അന്യഭാഷ ധാരധാരയായി പുറത്തു വരും. എന്നാൽ ആരെങ്കിലും അവന്റെ പറമ്പിൽ പൊഴിഞ്ഞു വീണ ഒരു തേങ്ങ എടുക്കട്ടെ, അപ്പൊ കാണാം ശരിയായ രൂപം. സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു എന്ന് പറഞ്ഞാൽ അപഹരിച്ചവനെ നോക്കി, സമ്പത്ത് അപഹരിച്ചവനെ നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. സ്തോത്രം. വത്സല സഹോദരങ്ങളെ, നേടിവെച്ചതൊന്നും, കൂട്ടിവെച്ചതൊന്നും, കരുതി വെച്ചതൊന്നും, ഡെപ്പോസിറ്റ് ചെയ്തതൊന്നും കൊണ്ടുപോകാൻ ഒക്കത്തില്ല കേട്ടോ. ഇതൊക്കെ നഷ്ടമായാലും, ഇതെല്ലാം ശത്രു അപഹരിച്ചാലും സാരമില്ല. കാരണം എനിക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് എന്റെ അപ്പൻ കരുതി വെച്ചുള്ള ബോധ്യമുണ്ടെങ്കിൽ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിക്കാൻ കഴിയും. ഒരു ചോദ്യം: സ്വർഗത്തിൽ അവൻ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്ന്, പ്രതിഫലമുണ്ടെന്ന് എബ്രായ ജനത എങ്ങനെ അറിഞ്ഞു? അവൻ വെളിപ്പാട് പുസ്തകം വായിച്ചറിഞ്ഞതാണോ? അല്ല. കാരണം എന്താ? അന്ന് വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടില്ല. സ്തോത്രം. നമുക്കറിയാം, AD 96 വെളിപ്പാട് പുസ്തകം എഴുതിയത്. എന്നാൽ എബ്രായ ലേഖനം എഴുതിയതോ AD 67. എന്ന് പറഞ്ഞാൽ അതിനുശേഷം
പിന്നെയും 30 വർഷങ്ങൾ കഴിഞ്ഞാണ് വെളിപ്പാട് പുസ്തകം എഴുതുന്നത്. വീതി സ്വച്ഛസ്ഫടിക തങ്കതുല്യമായ സ്വർഗീയ മഹിമയൊന്നും വായിച്ചറിഞ്ഞിട്ടില്ലാത്തവർ, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നുള്ള ബോധ്യത്തിൽ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. വിശ്വാസത്താൽ ലഭിച്ച സ്വർഗീയ പ്രത്യാശ അടിസ്ഥാനത്തിൽ അവർ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഈ വചനം, ഈ കേൾവി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നിലവാരവുമായി ഒന്ന് തുലനം ചെയ്ത് നോക്കണം. സ്വർഗത്തിലെ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് അകക്കണ്ണിൽ ദർശിച്ചുകൊണ്ട് അവർ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. ഇന്ന് ദൈവകുഞ്ഞുങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ചറിയാം, സ്വർഗത്തിൽ എന്തൊക്കെ ഉണ്ടെന്നറിയാം, എന്താ പ്രതിഫലം കിട്ടുന്നതെന്നറിയാം. എങ്കിലും ആരെങ്കിലും 10 രൂപ അപഹരിച്ചാൽ കാര്യം വഷളാകും. സ്തോത്രം. സമ്പത്തുകളുടെ അപഹാരം പോലും സന്തോഷത്തോടെ സഹിച്ചവർ ഇന്ന് കുഴഞ്ഞിരിക്കുന്നു, മന്ദതയുള്ളവരായിരിക്കുന്നു, ധൈര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, സഹിഷ്ണുത നഷ്ടമായിരിക്കുന്നു, ഏതു സമയത്തും ഒഴുകിപ്പോകുവാൻ പരുവത്തിന് നിൽക്കുന്നു, സഭായോഗം ഉപേക്ഷയായി വിചാരിക്കുന്നു, കൈ തളർന്നിരിക്കുന്നു, കാല് കുഴഞ്ഞിരിക്കുന്നു. മക്കളെ, ഇത് താങ്കളുടെ അവസ്ഥയാണെങ്കിൽ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ തൊട്ട് ആലോചന പറയുകയാ, യേശുവിന്റെ നാമത്തിൽ. ഇങ്ങനെ പരിതാപകരമായ അവസ്ഥയിൽ കഴിയുന്ന എബ്രായ ജനതയെ വീണ്ടും ജീവിപ്പിക്കുവാൻ, വീണ്ടും ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ഈ ഉദ്ദേശത്തോടെയാണ് പരിശുദ്ധാത്മാവ് പൗലോസിനെ കൊണ്ട് ഈ ലേഖനം എഴുതിക്കുന്നത്. സ്തോത്രം. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം, കുഴഞ്ഞു തുടങ്ങിയവരൊത്തിരിയുണ്ടെങ്കിലും, വീണുകിടക്കുന്നവരൊത്തിരിയുണ്ടെങ്കിലും, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നിനക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സ്ഥിരതയോടെ ഓടുക എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നിർത്തരുതെന്ന ആവശ്യപ്പെടുന്നത്. എത്ര ആലോചന കേട്ടാലും, തിരുവചനം ധ്യാനിച്ചാലും, ആശ്വാസത്തിന്റെ ദൂത് കേട്ടാലും മനസ്സിലെ ഭാരം മാറുന്നില്ലെങ്കിൽ മക്കളെ, നിനക്ക് നിത്യതയിലേക്കുള്ള ഓട്ടം ആയാസകരമായിരിക്കും. ആമേൻ. ആരാധനയുണ്ട്, സാക്ഷ്യമുണ്ട്, അന്യഭാഷയുണ്ട്, ദൂത് കേൾക്കുന്നുണ്ട്. പക്ഷേ ഭാരം ഹൃദയത്തിൽ കനം തൂങ്ങി നിൽക്കുകയാണോ? പ്രത്യാശയുടെ തീരത്തേക്കുള്ള ഓട്ടത്തെ അത് ബാധിക്കും. നോക്ക്, യോഹന്നാന്റെ സുവിശേഷം 20:3 2 പേർ ഓടുന്നതായി കാണാം. പത്രോസും യോഹന്നാനുമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ കല്ലറയിലേക്ക് ഓടുകയാ. അവിടെ എഴുതിയിരിക്കുന്നു, ഇരുവരും ഒന്നിച്ചോടി. പക്ഷേ യോഹന്നാൻ ഓടി ആദ്യം കല്ലറയ്ക്കിലെത്തി. നാം തിരുവചനം പരിശോധിക്കുമ്പോൾ 3 വേദഭാഗങ്ങളിൽ അപ്പോസ്തലന്മാരുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 വേദഭാഗങ്ങളിൽ അവിടെ എല്ലാം കാണുന്നത് ഒന്നാമൻ പത്രോസ്. അങ്ങനെയാ, ഒന്നാമൻ പത്രോസ്. എല്ലായിടത്തും പുള്ളിയെ ഒന്നാമൻ. കടലിൽ നടക്കാൻ ഒന്നാമനാണ്, വാളെടുത്ത് വെട്ടാൻ ഒന്നാമനാണ്, വെളിപ്പാട് പറയാൻ ഒന്നാമനാണ്. ചരിത്രത്തിൽ ആദ്യമായി അവൻ രണ്ടാമനായിപ്പോയി. എപ്പോഴാണ്? പുനരുത്ഥാനം ചെയ്ത യേശുക്രിസ്തുവിന്റെ കല്ലറയിലേക്കുള്ള ഓട്ടത്തിൽ പത്രോസ് രണ്ടാമനായിപ്പോയി. ചിലര് പറയാറുണ്ട്, വാർദ്ധക്യത്തിന്റെ ക്ഷീണം കൊണ്ട് പത്രോസിന്റെ വേഗത കുറഞ്ഞപ്പോ യൗവനക്കാരനായ യോഹന്നാൻ ഓടി മുമ്പിൽ കയറിയതാകാം. എന്നാൽ പരിശുദ്ധാത്മ നൽകിയ മറ്റൊരു ചിന്ത എന്റെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓടുന്നുണ്ടെങ്കിലും പത്രോസിന്റെ മനസ്സിൽ ഭാരം കിടക്കുന്നു. എന്താ ഭാരം? ഒടുവിലായി ക്രിസ്തുവിനെ കാണുമ്പോൾ തള്ളിപ്പറഞ്ഞിട്ടാണ് പിരിഞ്ഞത്. അവൻ താൻ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞിട്ടാണ് പിരിഞ്ഞത്. എരിയുന്ന തീയുടെ മുമ്പിൽ വെച്ച് കർത്താവിനെ അറിയില്ലെന്നാണ് ഇട്ട് പ്രാകിയത് യേശു അറിഞ്ഞിരിക്കുമോ? അവിടുന്ന് അന്ന് സന്ധ്യയ്ക്ക് പറഞ്ഞതാ, ഇന്ന് കോഴി കൂന്നതിന് മുമ്പ് 3 വട്ടം നീ എന്നെ തള്ളിപ്പറയും, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും തള്ളിപ്പറയില്ലെന്ന് താൻ ആണയിട്ടവനാ. പക്ഷേ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. തള്ളിപ്പറഞ്ഞത് കർത്താവ് അറിഞ്ഞില്ലെങ്കിൽ സാരമില്ലെന്ന് വയ്ക്കാമായിരുന്നു. പക്ഷേ ഇവൻ തള്ളിപ്പറയുമ്പോൾ കോഴി കൂവുകയും കെട്ടപ്പെട്ടവനായി നിൽക്കുന്ന കർത്താവ് അവന്റെ കണ്ണുകളിലേക്ക് നോക്കുകയും ചെയ്തത് ഈ ഓട്ടത്തിനിടയിലും പത്രോസിന്റെ ഓർമ്മയിൽ നിറയുകയാ. ദൈവത്തിന് സ്തോത്രം. കോഴി കൂവിയത് യേശു കേട്ടില്ലെങ്കിൽ, അതെ, കോഴി കൂവിയത് യേശു കേട്ടെങ്കിൽ, അവൻ അപ്പോൾ എന്റെ കണ്ണുകളിലേക്ക് അവൻ നോക്കിയെങ്കിൽ ഞാൻ തള്ളിപ്പറഞ്ഞതും യേശു കേട്ടിട്ടുണ്ട്. ഇനി കർത്താവിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നാൽ, ഉയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നാൽ തള്ളിപ്പറഞ്ഞ് തന്നെ കുറ്റപ്പെടുത്തുമോ? എന്നാലും പത്രോസ് നീ ഇങ്ങനെ ചെയ്തല്ലോ, അങ്ങനെ പറയുമോ? ഈ ചിന്താഭാരം പത്രോസിന്റെ ഓട്ടത്തിന്റെ വേഗതയെ വല്ലാതെ ബാധിച്ചു. ഇന്നത്തെ പത്രോസുമാരായിരുന്നെങ്കിലോ? രസകരമായി തോന്നിയൊരു ചിന്തയാകട്ടോ. കോഴി കൂവിയപ്പോൾ പത്രോസ് യേശുവിനെ നോക്കിയെന്നിരിക്കട്ടെ. യേശു പത്രോസിനെ നോക്കിയെന്നാ തിരുവെഴുത്ത്. കോഴി കൂവിയപ്പോൾ പത്രോസ് യേശുവിനെ നോക്കി. കാരണം കോഴി കൂവിയത്
കർത്താവ് കേട്ടോന്നറിയണം. ഇത് കേട്ടില്ലേ കുറച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. സ്വതം ഈ കോഴിയാണ് കൂവാൻ പോകുന്നതെന്ന് ഇന്നത്തെ പത്രോസിന് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ കൂവാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അതിന്റെ നിപ്പ് കണ്ടിട്ട് ആ കോഴിയാണ് കൂവാൻ സാധ്യതയുള്ളത് മനസ്സിലായെങ്കിൽ അതിനെ താൻ ചിക്കൻ 65 ആക്കിയേനെ. അങ്ങനെയാ ഇന്നത്തെ പത്രോസുമാര്. ഇത് കൂവിയാൽ നേതാവിന്റെ ഇമേജ് പൊളിയും. അതുകൊണ്ട് കൂവാൻ സമ്മതിക്കത്തില്ല. പാപബോധം വരുത്താൻ സാധ്യതയുള്ളവരെ മിണ്ടാൻ അനുവദിക്കാതെ, വേദിയിലിടം കൊടുക്കാതെ, പൊസിഷൻ കാത്തു സൂക്ഷിക്കുന്നവർ ധാരാളമുള്ള ഈ കാലത്ത് വീണ്ടെടുക്കപ്പെട്ട ദൈവവേദലെ സകല ഭാരവും ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് ലാക്കിലേക്ക് ഓടുവാൻ പരിശുദ്ധാത്മാവ് തന്റെ കുഞ്ഞുങ്ങളോട് ഇന്ന് പുലരിയിൽ ആഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം. ഗലാത്യ സഭയോട് പൗലോസ് ചോദിക്കുന്നു, നിങ്ങൾ നന്നായി ഓടിയിരുന്നു. ഗലാത്യർ 5:7 നിങ്ങൾ നന്നായി ഓടിയിരുന്നു, എന്നാൽ സത്യമനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആര് തടഞ്ഞു? നന്നായി ഓടിയതാ, പക്ഷെ സിസ്റ്റം ഫോളോ ചെയ്തില്ല. ട്രാക്ക് തെറ്റിയാണോ ഓടുന്നത്? കൽപ്പനയുടെ വഴിയിലാണോ ഓടുന്നത്? ഒരിക്കൽ നന്നായി ഓടിയിരുന്നു, പക്ഷേ ഇന്ന് വേഗം കുറഞ്ഞു. എവിടെയാ തകരാറ് പറ്റിയത്? സത്യമനുസരിക്കാതിരിക്കാൻ ചിലത് നിന്നെ തടഞ്ഞു. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞേ, തികവിലേക്കുള്ള നിന്റെ ഓട്ടം തടയുന്ന അദൃശ്യ ശക്തി എത്ര കരുത്തനായാലും അത് നിന്റെ മുൻപിൽ അടിയറവ് പറയുന്ന ദിവസം വരുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുക. ഒരു പഴയ നിയമ ഭക്തനുണ്ട്, ആമോസ്. പേരിന്റെ അർത്ഥം തന്നെ ഭാരം ചുമക്കുന്നവനെന്ന. ഭാരം ചുമക്കുന്നവൻ. വളരെ അവൻ ജീവിത ഭാരം അനുഭവിച്ചവനാണ്. ഇടയനായിരുന്നു താൻ. ഒപ്പം പ്രവചന ശുശ്രൂഷയുണ്ട്. കാട്ടത്തിപ്പഴം പെറുക്കിയുമൊക്കെ ജീവസന്ധാരണം നടത്തിയവൻ. അതുപോലെ തന്റെ ജനത്തെക്കുറിച്ചുള്ള ഭാരവും അദ്ദേഹത്തിന് വലുതായിരുന്നു. ഒരിക്കൽ താൻ ചോദിച്ചു, ആമോസ് 7:2 യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? എന്റെ മക്കളെ, ഇതാണ് ആത്മഭാരം. യേശുവിന്റെ നാമത്തിൽ ഈ ഭാരം എത്ര പേർക്കുണ്ട്? ആത്മഭാരം എത്ര പേർക്കുണ്ട്? കടഭാരത്തെക്കുറിച്ച് നീ പറയാറുണ്ട്, ഹല്ലേലൂയ. രോഗഭാരത്തെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ ആത്മഭാരമുണ്ടോ? നാശത്തിലേക്ക്, അവൻ നിത്യനരകത്തിലേക്ക് അവൻ പോകുന്ന ജീവിതങ്ങളെ ഒന്നും നേടണമെന്നുള്ള ആത്മഭാരം ഉണ്ടോ? ചിന്തിക്കുന്ന നല്ലതാ. തിരുവചനം ആവശ്യപ്പെടുന്നു, ദുർനടപ്പ് വിട്ട് ഓടുവിൻ. 1 തിമോഥെയോസിന്റെ ലേഖനം 6:11 നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവയെ, പ്രയോഗം ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ മനുഷ്യനായുള്ളവയെ ഇത് വിട്ടോടുക. ഏതാണ് ഇവിടെ ഭാരമായി നിൽക്കുന്നത്? ഏതാണ് വിടേണ്ടത്? 10 ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ധനമോഹമെന്ന ഭാരം വല്ലാത്ത ഭാരമാകട്ടെ കുഞ്ഞേ. ദ്രവ്യാഗ്രഹമെന്ന മഹാഭാരവും വെച്ചുകൊണ്ടുള്ള ഓട്ടം നിന്നെ ലക്ഷ്യത്തിലെത്തിക്കത്തില്ല. ധനമോഹം ജനലക്ഷങ്ങളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ കർത്താവ് ആവശ്യപ്പെടുന്നു, നീ ദൈവത്തിന്റെ മനുഷ്യരാണ്. ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ ഇത് വിട്ടോടുക. സ്തോത്രം. ആദിമകാല ഭക്തന്മാരായ എബ്രായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്റെ കുഞ്ഞെ, നമുക്ക് ലഭിച്ചതുപോലെ എല്ലാ ചോദ്യത്തിനും ഉത്തരം ലഭിക്കുന്ന സമ്പൂർണ്ണ വേദപുസ്തകം അവർക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. സ്വച്ഛസ്ഫടിക തുല്യമായ തങ്കത്തിരുവീതിയും 12 ഗോപുരവും പളങ്കുനദിയും ജീവവൃക്ഷഫല സമൃദ്ധമായ സ്വർഗത്തെക്കുറിച്ച് ഉള്ള ബോധം നിനക്കുള്ളതുപോലെ ബോധ്യം അവർക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. കാരണം അന്ന് വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടില്ലല്ലോ. എന്നിട്ടും അവർ സ്വർഗരാജ്യ പ്രാപ്തിക്കു വേണ്ടി പ്രാണം ത്യജിക്കാൻ തയ്യാറായി. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ഈർച്ച വാളിനാൽ അനേകർ അറുക്കപ്പെടാൻ നിന്നുകൊടുത്തു. കല്ലേറുകൊണ്ട് കത്തിയെരിയപ്പെട്ടു. വിശന്ന് വലഞ്ഞ സിംഹത്തിന്റെ മുൻപിൽ എറിയപ്പെട്ടു. വേണമെങ്കിൽ ഇവർക്കിതൊക്കെ ഒഴിവാക്കാമായിരുന്നു. വിശ്വാസം ത്യജിച്ചാൽ മതി, യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ ഉദ്ധാരണം പ്രാപിക്കാതെ അവർ ഭേദ്യമേറ്റു എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഉദ്ധാരണം പ്രാപിക്കാതെ ഭേദ്യമേറ്റുവാങ്ങാൻ എന്താ കാരണം? അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ഈ പ്രഭാതത്തിൽ ദൈവശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, സ്വർഗീയ സന്തോഷത്തെക്കുറിച്ച് താങ്കൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. എന്നിട്ടും ഒരിക്കൽ നന്നായി ഓടിയിരുന്ന നിനക്ക് ഇപ്പോൾ മുന്നേറാൻ കഴിയാതെ കുഴഞ്ഞു നിൽക്കുകയാണോ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കുക. കർത്താവ് നിന്നെ ലക്ഷ്യത്തിലെത്തിക്കും. ലക്ഷ്യത്തിലെത്താൻ നിന്റെ മേൽ ശക്തി പകർന്നു തരും. യേശുവിന്റെ നാമത്തിൽ ദൂതേറ്റെടുത്ത ദൈവജനത്തിന്റെ ജീവിതത്തിൽ കുതിച്ചു വായുവാനുള്ള കരുത്ത് സ്വർഗത്തിലെ ദൈവം പകർന്നു കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ വചനം കൊണ്ട് പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ അവസരം നൽകിയ എന്റെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കൊടുക്കുക. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് പതിവ് പോലെ അടിമാലിയിൽ നിന്നും. ഇന്നും സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നെങ്കിൽ, അലട്ടുന്നെങ്കിൽ അറിയിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.